ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും കാട്ടിക്കുളം. ഇതാണ് കാട്ടിക്കുളം ടൗൺ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു കർണാടകത്തിൽ നിന്ന് കയറി വരുന്ന വഴി, ഇവിടുന്ന് വാവലിയിൽ നിന്ന് വരുന്ന വഴി. അപ്പോൾ നമ്മൾ പോകുന്നത് വാവലിക്കാണ്. വാവലിയിൽ നിന്ന് നേരെ മൈസൂർക്കുള്ള റോഡാണ്. അപ്പോൾ വാവലി കുറച്ച് ദൂരം നല്ല രീതിയിൽ കാടുണ്ട്. അപ്പോൾ കാടിനുള്ളിൽ കൂടി നമുക്ക് പോകാം. കാടിനുള്ളിൽ കാഴ്ചകളെല്ലാം കണ്ട് പതുക്കെ നമുക്ക് തിരിച്ചു വരാം. ഇത് കാട്ടിക്കുളം ടൗണ്. തിരക്കുകളൊക്കെ കുറഞ്ഞ് പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ എത്തി തോന്നുന്നു. 9:15 ആയി സമയം. ഞാൻ ഒരു കൂട്ടുകാരുടെ അവരെ കൈ കാണിച്ചാണ്. ഇവിടെ ഞാൻ ആദ്യം അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ നിന്ന കാര്യം എന്ന് വെച്ചാൽ, ക്യാമറ വെച്ചിട്ട് ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് ഓർത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇതാക്കാണ്ട് വീഡിയോ എടുക്കാണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ക്യാമറ ഉണ്ട്, ഒരു നമ്മളെ മറ്റേ എന്ത് ക്യാമറ, ആ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഈ സിസ്റ്റം ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ആർക്കും ഒന്നും പരാതി പറയാനില്ല. അപ്പം നമുക്ക് രണ്ട് വഴിക്ക് എങ്ങോട്ട് പോകാം, മൈസൂർക്ക് കയറാം. ഇപ്പം നമുക്ക് നേരെ വാവലി അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ തിരുനെല്ലി ക്ഷേത്രം അങ്ങോട്ട് പോകുന്നത്. അതിലെ പോയി തെക്ക് വഴി കയറി കുട്ടം വഴിക്ക് നമുക്ക് മൈസൂർക്ക് പോകാം. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് വാവലി കയറി നേരെ മൈസൂർക്കാണ് പോകുന്നത്. രണ്ട് രീതിയിൽ പോവാം. ഈ വഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ രാത്രിക്ക് അടച്ചിടും. രാത്രി 6 മണിയാകുമ്പോൾ ക്ലോസ് ആക്കും, രാവിലെ 6 മണിയാകുമ്പോഴേ ഓപ്പൺ ആക്കുള്ളൂ. ഇതിന് ദൂരം കുറവാണ്, അതാണ് ഈ വഴിക്കുള്ളൊരു ബെനിഫിറ്റ്. മറ്റേ വഴി എന്ന് പറഞ്ഞാൽ രാത്രിക്ക് പച്ചക്കറി വണ്ടികൾ, എക്സ്പ്രസ് വണ്ടികൾ കണ്ടമാനം വരുന്ന വഴി. ആ വഴി ഫുൾ ടൈം ഓപ്പണാണ്, ആ വഴി രാത്രിക്ക് പൂട്ടിയിടില്ല. അങ്ങനെ അതുകൊണ്ടാണ് ആ വഴിക്ക് ഏറ്റവും കൂടുതൽ രാത്രിയാകുമ്പം ട്രക്കുകൾ വരുന്നത്. ഇവിടെ നിന്നോട്ട് കാട് തുടങ്ങുകയാണ്. കാട്ടിക്കുളം കഴിഞ്ഞാൽ അന്നേരം തന്നെ കാട് തുടങ്ങി. ആ ചെക്ക് പോസ്റ്റ്, അവിടുത്തെ RDO ചെക്ക് പോസ്റ്റാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് നമ്മൾ ഈ പച്ചക്കറി വണ്ടി, കേരള വണ്ടി, കർണാടക വണ്ടിയൊക്കെ പെർമിറ്റ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ അവിടുന്ന് പെർമിറ്റ് ഒരാഴ്ചത്തേക്ക്, 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 1 ദിവസത്തേക്ക് പെർമിറ്റ് എടുത്തിട്ട് കയറുന്ന സ്ഥലമാണ് അതൊക്കെ. നമുക്ക് വാവലി എത്തുമ്പം അവിടെ 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ കേരളത്തിന് ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഒന്ന് കർണാടകക്കാരുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പം നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല, കാരണം വീഡിയോ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു പ്രശ്നത്തിന് എന്താ പറയുക, അവർക്കൊരു ബുദ്ധിമുട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാവണ്ട. എനിക്കത് അവിടെ നമ്മൾ വീട് എന്തായാലും ഞാൻ ഒഴിവാക്കും. അത് കഴിയുമ്പോൾ നമുക്ക് കാട്ടിക്കൂടെയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടങ്ങനെ അങ്ങ് പോവാം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഇത്ര സമയം വന്നിട്ടും ഓപ്പോസിറ്റ് ഒരു വണ്ടി പോലും ഇത്ര സമയമായിട്ട് വന്നിട്ടില്ല. അതിൻ്റെ വേക്കിലായാലും മുമ്പിലായാലും ഒരു വണ്ടി പോലും വരുന്നില്ല. എല്ലാവരും എന്താ പറയുക, ഇന്നെന്താ പൊതുവേ തിരക്ക് കുറവാണ്, വല്ലാണ്ട് തിരക്ക് കുറവാണ്. സാധാരണ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. സമയം ഇത്ര ആയതുകൊണ്ടായിരിക്കാം ഒന്നെങ്കിൽ. ഫുള്ള് ഇതാണ്. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, മരം ഫുള്ള് ഇല കൊഴിഞ്ഞ് പുതിയ ഇലകൾ വന്നുകൊണ്ടിരിക്കുക. ഈ ഫുള്ള് ഉണക്ക, എന്താ പറയുക, കംപ്ലീറ്റ് ഉണങ്ങി കിടക്കുക, വരണ്ട് കിടക്കുന്ന പോലെ. നിങ്ങൾ ഈ അടുത്ത് വാർത്തയിൽ കണ്ട്, ഇന്നലെ മിനിയാന്ന് 2 ദിവസം വരെ വാർത്ത കണ്ടു, മാനന്തവാടിയിൽ ആന ഇറങ്ങിയത്. ആന ചത്തുപോയി. ആന ഇവിടുന്ന് കർണാടകവും ഈ ബോർഡറെല്ലാം കഴിഞ്ഞിട്ടാണ് ആ ആന അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എത്ര ദൂരം ആന സഞ്ചരിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കൊന്ന് ഊഹിക്കാം. എന്തായാലും ഒരു വണ്ടി പോയി കേട്ടോ, 2 വണ്ടി പോയി. ഇതിപ്പോൾ പച്ചക്കറി വണ്ടി കേട്ടോ, ചെറിയ കർണാടകത്തിൽ നിന്ന് കയറി വരുന്ന പച്ചക്കറി വണ്ടികളാണ്. അതേ ഏറ്റവും കൂടുതൽ കാണാനുണ്ടാവും. ലോഡും വണ്ടിയും, ലോറികൾ, ഇതുപോലത്തെ പിക്കപ്പ് വാനുകൾ ഏറ്റവും കൂടുതൽ കാണാനുണ്ടാവുക. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കാണാനുണ്ടാവുക. ഞാൻ അവിടെ കർണാടകത്തിൽ നിന്ന് നമ്മുടെ ഭാവി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് വീഡിയോ പിടിച്ചില്ല. ഞാനിപ്പോൾ കാട്ടിലോട്ട് കയറി. ഈ കാറുകൾക്കൊക്കെ 20 രൂപ ഉണ്ട്, ഫ്രീ കൊടുക്കണം. 20 രൂപ എൻട്രി ഫ്രീ കൊടുക്കണം. ബൈക്കിന് അതില്ല. വണ്ടി നിർത്തരുതെന്ന് എന്നോട് പറഞ്ഞുള്ളൂ. വണ്ടി റോഡിൽ നിർത്തരുത് എന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതിന് കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 20 രൂപ മേടിക്കുന്നത്, അതെന്താ എൻട്രി ഫീ ആണെന്ന് പറഞ്ഞത്. ഇത്രയും കാലമില്ലാത്തൊരു സംവിധാനമാണ് ഇപ്പോൾ ഒരു പുതിയൊരു പരിഷ്കാരം കൊണ്ട് വന്നേക്കുന്നത്. അവർ എന്താ കേസ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. എന്തായാലും ഇപ്പോൾ സാരില്ല, നമുക്ക് എന്തായാലും നമുക്ക് പോയി നോക്കാം, നമ്മളെ കാര്യം നോക്കാം. ഇവരെന്തിനാ അങ്ങനെ മേടിച്ചതെന്ന് ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. എൻട്രി ഫീ എന്നും പറഞ്ഞിട്ട്. ഈ റോഡാണെങ്കിൽ പറ്റ അവസ്ഥയാണ്. റോഡ് ഷട്ടർ കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥയാണ്. എന്നിട്ടാണ് ഇവന്മാർ എൻട്രി ഫീ എന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കുന്നത്. ഇവന്മാർ അയ്യോ ആവൂല കേട്ടോ. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഹമ്പുകൾ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഹമ്പുകളുണ്ട്. അവിടെ നിന്ന് എനിക്കൊരു ശരിക്കൊരു അബദ്ധം പറ്റി, എണ്ണ അടിച്ചില്ല.
ഈ ചാവൂലായിരിക്കും. ഞാൻ മറന്നുപോയത് ശരിക്കും പറഞ്ഞ. ഇതാണിപ്പം ഇങ്ങോട്ട് കയറുമ്പോൾ ഉള്ള കാഴ്ച നിങ്ങൾക്ക് കാണാം. ബൈക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ടെങ്കിൽ എന്താ പറയുക, പ്രശ്നമില്ല. അപ്പോൾ അവിടെ എൻട്രി ഫീ കാണിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു സംശയം. ഇങ്ങനെ കണ്ണെത്താതെ ദൂരത്ത് ഇങ്ങനെ കടക്കുന്ന സ്ഥലമാണ്, ഒരുപാടുണ്ട്. വലിയ പരാജയമാണ്. ഓടോ അലമ്പ് എന്നിട്ട് പോരാത്തതിന് നിറച്ച് ഹമ്പ്. എന്തൊരു കഷ്ടമാണ്. കണ്ടോ ഇവിടെ തീ ഇട്ടിട്ട് ഈ സൈഡൊക്കെ തീ ഇട്ട് ഇങ്ങനെ ലെവലാക്കി. കാരണം ഈ ഉണങ്ങി കിടക്കുന്ന സംഭവം. അതുപോലെ തന്നെ ഈ കാട്ടുമൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ പുറത്തേക്ക് റോട്ടിലോട്ട് ഇറങ്ങാണ്ടിരിക്കാതെ കഴിയും തീ ഇടുന്ന സെറ്റപ്പ്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. റോഡ് അങ്ങനെ പാഞ്ഞ് പിടിക്കാൻ പറ്റില്ല. ഹമ്പ് കൊണ്ട് കുഴിയുണ്ട്, ഒന്ന് തിരിയുന്നും കൂടി. അതാ ഞാൻ പതുക്കെ പോകാം. എൻ്റെ ദൈവമേ, ഇത് ശരിയാവില്ല കേട്ടോ. എന്തൊക്കെയോ പേച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, കണ്ടോ ഇതൊക്കെ പുതിയ പേച്ച് വർക്ക് ചെയ്തെങ്ങനെയാണ്. ഞാനിവിടെ ലാസ്റ്റ് പോയപ്പോൾ മുതൽ തന്നെ ഈ റോഡിൽ കൂടി പോകാൻ പറ്റുന്നു. അതായിരുന്നു ഈ റോഡിൻ്റെ അവസ്ഥ. ഇവിടെ പിള്ളന്മാർ ഒരുപാടുണ്ട്. ഇവരൊന്ന് സ്കൂളിൽ പോവുക. ഞാനിങ്ങനെ ഈ വഴിസൈഡിൽ കാണുന്ന സാധനമെല്ലാം പറിച്ച് വിറ്റ് ഇങ്ങനെ നടക്കും. മറ്റേ കാട്ടിലുള്ള നെല്ലിക്കയും പിന്നെന്താ പറയുക, ഇവന്മാർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ, പയർ, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇവന്മാർ ഇങ്ങനെ വൈകുന്നേരം സമയമാകുമ്പോൾ ഇവന്മാർ പറിച്ച് ഇങ്ങനെ വിൽക്കും. ഇവന്മാരൊന്നും സ്കൂളിൽ പോയില്ല. അങ്ങനത്തെ കുറേ ടീമുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് കാണും. ഇതിൻ്റെ വിഘ്നത കാണണമെങ്കിൽ വേണ്ട. ഉള്ളിലോട്ട് നല്ല കാടാണ്. ഇതിപ്പോൾ ഈ ചുറ്റുപാട് ഇങ്ങനെ തെളിച്ചിട്ടേക്കുന്നതിൻ്റെ കാരണം എന്താ പറയുക, വന്യമൃഗങ്ങൾ റോഡിലോട്ട് വരാണ്ടിരിക്കാനും നമുക്ക് ഇവിടെ നിന്ന് കാഴ്ചപ്പെടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റുപാട് ഇങ്ങനെ തെളിച്ചിട്ടേക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഫുള്ള് ലോറികൾ മാത്രമേ ഉള്ളൂ കേട്ടോ കാണാൻ. വഴി സൈഡിൽ കുരങ്ങൊക്കെ ഇരിക്കുന്നുണ്ട്. അവർക്ക് വന്ന് ചാടുവാന്നാ എൻ്റെ പേടി. ഇതാണ് മെയിൻ കാഴ്ചയാണ്. ലോറികൾ ഇങ്ങനെ വരും, അങ്ങനെ കണ്ടമാനം വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. അത്രയും വണ്ടികൾ വരുന്ന റോഡായിട്ടേ റോഡിന് വീതി കൂട്ടൂല. പക്ഷെ റോഡ് വീതി ഇല്ലെങ്കിൽ സാരില്ല, ഇവന്മാർ ഉള്ളതൊന്ന് വൃത്തിക്കുണ്ടായേക്കണ്ട. കേരളക്കാരെക്കാളും കഷ്ടമായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കർണാടകയിൽ പൈസ ഇല്ലാണ്ടായും തോന്നുന്നു. അതാന്ന് തോന്നുന്നു കാര്യം. വണ്ടി നിർത്തരുതെന്ന് എന്നോട് പറഞ്ഞു. ഇതിപ്പോൾ ചുറ്റും ആൾക്കാരാണല്ലോ, നിറച്ച ആൾക്കാരാണല്ലോ. എന്താ പറയുക, ഏതെങ്കിലും ഉള്ളുകളിലൊക്കെ വീടുകളുണ്ട്. അതായിരിക്കും കാരണം.
ഇവിടെ ഞാൻ വേറൊരു സെറ്റപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ മറ്റേ ഇതില്ലേ നമ്മുടെ മിന്നൽ മുരളി ആ പടം ഷൂട്ട് ചെയ്ത സ്ഥലം ഈ ഭാഗത്താണ്. ഇവിടെ നിന്നല്ല, ഇപ്പം നമ്മൾ നേരെ ഇത് പോകും വൈരക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഈ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു സ്കൂളുണ്ട്. ഈ സ്കൂളിൽ ഇവിടുന്ന് താഴോട്ട് പോകുന്നത് ഇതാണ് വയർ കണ്ടോ, ഇവിടുന്ന് താഴോട്ട് പോകുന്ന വഴിയുണ്ട് ഇങ്ങോട്ടേക്ക്. ഇങ്ങോട്ടേക്ക് വൈരക്കുപ്പയ്ക്ക് പോകുന്നത് ഈ വഴിക്കാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരും കർണാടകക്കാരാന്ന് വിചാരിക്കരുത്, എല്ലാവർക്കും മലയാളം അറിയാം. അത് വലിയൊരു സത്യമാണ്. ഈ റോഡിന് ഭയങ്കര വീതി കുറവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടോ, വീതി ഇല്ല റോഡിന്, ഭയങ്കര അവസ്ഥയാണ്. അതുകൊണ്ട് അങ്ങ് ദൂരെ മറ്റേ കൊയ്ത്ത് കഴിഞ്ഞിട്ട് കച്ചി ചുറ്റി ഇങ്ങനെ വെച്ചിട്ട് അതും വിൽപ്പനയ്ക്ക് വെക്കും. അത് ഒരു മുടിക്ക് ഇത്ര പൈസ പറഞ്ഞ രീതിയിൽ വിൽക്കുക വരും. ഇവിടെ മണ്ണിൽ പണിയെടുത്ത പൈസ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ നാട്ടിലൊരു പ്രത്യേകത. നമ്മുടെ നാട്ടിൽ പോലെ ഭയങ്കര ഡിഫറൻറ്റാണ്. ബസ്സുണ്ട് കേട്ടോ, കർണാടക ബസ്സുണ്ട്, കേരള ബസ്സുണ്ട്. ബസ്സുകളൊക്കെ ബസ് റൂട്ടുള്ള റോഡാണിത്. രാത്രി സമയത്തില്ല, പകല് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ ക്ലോസ് ആകും, പിന്നെ ബസ് വരില്ല. ഇതേപോലത്താണ് രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് എത്തുന്ന ബസ്സുകളുണ്ട്. അതിൽ വന്ന് വേഗം വന്ന് ബസ് എടുത്ത് അവിടെ ചെക്കിങ് കഴിഞ്ഞ് ഒരൊറ്റ പോക്കാം. അതാണ് പരിപാടി കണ്ടുവരുന്നത്. ഒരു വയക്കും കൊള്ളാത്ത റോഡിൽ നിറച്ച് കമ്പ് വെച്ചിട്ട് ഉരുണ്ടിട്ട് വീഴുന്ന പരിപാടിയായിട്ട് റോഡ് നിങ്ങൾ കണ്ടോ, വീതി കണ്ടോ ഈ റോഡിന്? അത്രേ ഉള്ളൂ. ഈ മരത്തിൻ്റെ മണ്ടൽ വേറൊരു സാധനം കണ്ടോ, ഏറുമാടം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു, കുറവാണ്. കണ്ടോ ഏറുമാടം കണ്ടോ? അവിടെ പോലീസുകാർ വണ്ടി നിർത്തരുതെന്ന് പറഞ്ഞത് എന്തിനാന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം ഇഷ്ടംപോലെ വീടുകളുണ്ട്, സ്ഥലങ്ങളുണ്ട്, ആൾക്കാരുണ്ട്. പണ്ട് ഞാൻ ഒരുപാട് ഈ വഴിക്ക് വരും. പണ്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. വേഗം വരുന്നു, അടിച്ചുവിട്ട് നമ്മൾ പോകുന്നു, വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് വീടുകളുണ്ട്, ഇതൊരു കോളനിയാണ്, ഇതൊരു കൂട്ടായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഒരുപാട് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. കാടിന് നടുക്കാട്ടോ, കാടിനൊത്ത നടക്കാണ് ഈ വീട്. നിങ്ങളത് ആലോചിച്ച് നോക്കണം, എത്രമാത്രം സേഫ്റ്റി ഉണ്ട്, എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എന്താ. വന്യമൃഗങ്ങളുടെ ശല്യവും കാര്യങ്ങളുള്ള സ്ഥലത്താണ് ഇത്രയും ഈ സെൻട്രലിൽ വീട്. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനൊക്കെ എന്താ പറയുക, സംരക്ഷണം ഒരുക്കുന്നുണ്ട്. കാരണം ഗാർഡൻ വെച്ചാൽ ഫോറസ്റ്റിൻ്റെ ഏരിയയിലെ ആൾക്കാരൊക്കെ ഫുൾ ടൈം ഇതിൽ കൂടി ഇങ്ങനെ ട്രിപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. കാരണം അവിടെ ഇറങ്ങിച്ചെന്ന് അവിടെ താമസിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവിടുത്തെ കാര്യങ്ങളും രീതികളൊക്കെ. നമുക്ക് പറയാൻ എളുപ്പമാണ്, എന്താ കേസുണ്ടെന്ന് അവിടെ നേരിട്ട് അവരോട് നിന്നാൽ മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് വേണ്ട കാര്യങ്ങളും സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്. ഒരു 10 വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 7 വണ്ടി കേരള വണ്ടിയാണ്. കേരളക്കാർ മാത്രമാണ് കന്നഡത്തിൽ